മൂന്ന് നോമ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. റിട്ടേൺ, തിരിച്ചുവരവാണ് തേഷുവ. പാപം ചെയ്തവന് ഉണ്ടാകേണ്ടത് ശിക്ഷയെക്കുറിച്ചുള്ള ഭയമല്ല, കുറ്റബോധമല്ല, മറിച്ച് അവൻ്റെ ഹൃദയം കർത്താവിലേക്ക് തിരിയണം. സിൻ ഈസ് ഡിപ്പാർച്ചർ ആൻഡ് റിപ്പൻറ്റൻസ് ഈസ് റിട്ടേൺ. ഉപവാസം എടുക്കുക, പേഴ്സണൽ പ്രയറിന് സമയം കണ്ടെത്തുക, കുമ്പസാരത്തിന് സമയം കണ്ടെത്തുക. ഈ 3 ദിവസങ്ങളിലും പരിശുദ്ധ കുർബാന മുടക്കാതിരിക്കുക. നമ്മളെ തകർക്കാനോ ശിക്ഷിക്കാനോ കാത്തിരിക്കുന്ന ഒരു ദൈവമല്ല, മറിച്ച് നമ്മുടെ തിരിച്ചുവരവിനായി ആർദ്രതയോടെ കാത്തിരിക്കുന്ന ഒരു ദൈവത്തെ നമ്മൾ ഈ ദിവസങ്ങളിൽ കൂടുതൽ തെളിവായി മിഴിവോടെ കാണാൻ ശ്രമിക്കും. ശിക്ഷയിലേക്ക് നടന്നു കയറുന്നതല്ല മാനസാന്തരം, മറിച്ച് പിതാവിൻ്റെ ആലിംഗനത്തിലേക്ക് തിരികെ വരുന്നതാണ് നമ്മുടെ മാനസാന്തരം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 3 നോമ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. സീറോ മലബാർ സഭയ്ക്ക് ആകെയുള്ള 5 നോമ്പുകളിൽ ദിവസങ്ങളുടെ എണ്ണം കൊണ്ട് ഏറ്റവും ചെറിയ നോമ്പാണ് 3 നോമ്പ്. വലിയ നോമ്പിൻ്റെ 50 നോമ്പ് ആരംഭിക്കുന്നതിൻ്റെ 3 ആഴ്ച പുറകോട്ടുള്ള തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങളിൽ നടക്കുന്ന നോമ്പ്. കഴിഞ്ഞ വർഷം ഈ നോമ്പിൻ്റെ വിശദാംശങ്ങളൊക്കെ നൽകിക്കൊണ്ട് ഫീഡ് മൈ ഷേപ്പിൽ ഒരു വീഡിയോ നമ്മൾ ചെയ്തതാണ്. അനുതാപത്തിൻ്റെ ആഹ്വാനമാണ് ഈ നോമ്പ്. വലിയ നോമ്പിലേക്ക് നമ്മെ ഒരുക്കുക കൂടിയാണ് ഈ 3 നോമ്പ് ചെയ്യുന്നത്. 3 നോമ്പിന് ഈ തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങളിൽ ഒരു ഒരുക്ക ധ്യാനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഫീഡ് മൈ ഷീപ്പ് യൂട്യൂബ് ചാനലിൻ്റെ ആഭിമുഖ്യത്തിൽ തേഷുവ എന്ന പേരിൽ ഒരു ഒരുക്ക ധ്യാനം, അനുതാപത്തിൻ്റെ ചിന്തകൾ പങ്കുവയ്ക്കുന്ന, മാനസാന്തരത്തിൻ്റെ ആഹ്വാനം പങ്കുവയ്ക്കുന്ന ഒരു ഓൺലൈൻ ധ്യാനം. തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങളിലാണ് നോമ്പ്. അതിൻ്റെ തലേനാളുകളിൽ ഞായറാഴ്ച വൈകിട്ട് 8 മണിക്ക് നിങ്ങളിലേക്ക് ഇതെത്തും. തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും അതുപോലെ തന്നെ 3 ദിവസങ്ങളിലൂടെ യോനാ പ്രവാചകന്റെ പുസ്തകം, യോനായുടെ പുസ്തകത്തിലൂടെ കർത്താവ് നമ്മളെ മാനസാന്തരത്തിലേക്ക് ക്ഷണിക്കുന്നത്, കർത്താവിൻ്റെ കരുണയെ നമ്മൾ ഒടുക്കം ദർശിക്കുന്നത് ഒക്കെയാണ് ഈ ധ്യാനത്തിൻ്റെ ഒരു യാത്രാ രീതി. തേഷുവ എന്ന പേര്, തേഷുവ ദ വേ ബാക്ക് ടു ദ ഫാദർ എന്നാണ് ഈ ധ്യാനത്തിൻ്റെ ഒരു ടാഗ് ലൈനും പേര്. അപ്പോൾ ഈ തേഷുവ എന്നുള്ള പേര് 1-2 പേരോട് ഞാൻ പങ്കുവച്ചപ്പോൾ അവർ ചോദിച്ചു, എന്താണ് ഈ തേഷുവ? തേഷുവ മീൻസ്, ഗ്രീക്കിൽ നമ്മൾ മെത്തനോയ്യ എന്ന് പറയില്ലേ, റിട്ടേൺ, തിരിച്ചുവരവാണ് തേഷുവ. കർത്താവിലേക്ക്, പിതാവിൻ്റെ ഭവനത്തിലേക്ക് ഉള്ള തിരിച്ചുവരവാണ്. അതിൻ്റെ ഷൂവ് എന്ന റൂട്ട് വെർബ്, ഹീബ്രു വെർബാണ് അതിൻ്റെ റൂട്ട്, ഷൂവ്. അതിൻ്റെ അർത്ഥം ടു ടേൺ ബാക്ക്, ടു റിട്ടേൺ, ടു റിസ്റ്റോർ എന്നൊക്കെയാണ്. ഒരു തിരിച്ചുവരവ്, ഒരു പുനരുദ്ധാരണം, ഒരു വീണ്ടെടുപ്പ്, അതൊക്കെ ഇതിൻ്റെ ആശയമായിട്ട് തേഷുവ. അപ്പം നമുക്ക് അത്തരം ഒരു ധ്യാനത്തിലേക്ക് നമുക്ക് സ്നേഹപൂർവ്വം പ്രവേശിക്കാം. അതായത് പാപം ചെയ്തവന് ഉണ്ടാകേണ്ടത് ശിക്ഷയെക്കുറിച്ചുള്ള ഭയമല്ല, കുറ്റബോധമല്ല, മറിച്ച് അവൻ്റെ ഹൃദയം കർത്താവിലേക്ക് തിരിയണം. ഹിസ് ഹാർട്ട് മസ്റ്റ് ടേൺ ബാക്ക് ടു ഗോഡ്. കർത്താവിലേക്ക് തിരിയുന്ന അനുഭവമാണ്. അല്ലാതെ തെറ്റിപ്പോയി ശിക്ഷ, പണിഷ്മെൻറ്റ്, ഫിയർ, ഭീതി, കുറ്റബോധം, നിരാശ, അതല്ല പാപത്തുടർച്ചയായി നമ്മളിൽ സംഭവിക്കേണ്ടത്. ബൈബിളിൽ സിൻ, പാപം എന്നുള്ളത് കർത്താവിൽ നിന്ന് അകലുന്നതാണ്. അങ്ങനെ വരുമ്പോൾ റിപ്പൻറ്റൻസ് എന്താണ്? തിരിച്ചുവരവാണ്. ഈ കൺസെപ്റ്റ് ബൈബിളിൽ ആകമാനമുണ്ട്. സിൻ ഈസ് ഡിപ്പാർച്ചർ ആൻഡ് റിപ്പൻറ്റൻസ് ഈസ് റിട്ടേൺ. സിൻ ഈസ് ഡിപ്പാർച്ചർ ആൻഡ് റിപ്പൻറ്റൻസ് ഈസ് റിട്ടേൺ. അപ്പോൾ ഈ ധ്യാനത്തിൽ പ്രധാനമായും 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ഈ തിരിച്ചുവരവിൻ്റെ ആ തീമിൽ 4 പ്രാക്ടിക്കൽ സ്പിരിച്വൽ എക്സസൈസുകൾ നമ്മൾ ചെയ്യും. ഒന്നാമത്തത് ഫാസ്റ്റിംഗ്. ഈ 3 ദിവസവും ഉപവാസമെടുക്കാൻ ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്നവരെ ഞാൻ ആഹ്വാനം ചെയ്യുന്നു. നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഇത് പങ്കുവയ്ക്കുക. 3 നോമ്പിൻ്റെ ഈ 3 ദിവസങ്ങൾ, തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങളിൽ ഉപവസിച്ച് ഈ നോമ്പിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ച് നിൽക്കാൻ പറ്റുന്നവർ ഈ 3 ദിവസവും അത് നിയോഗം വെച്ച് ഉപവാസത്തിൽ ഒരു ഹംബ്ലിങ് നടക്കുകയാണ്. നമ്മൾ എളിമപ്പെടുകയാണ്. ഭക്ഷണത്തോട് വർജനം പാലിച്ച് നമ്മൾ എളിമപ്പെട്ട് ചുരുങ്ങുകയാണ് ഫാസ്റ്റിങ്ങിലൂടെ. രണ്ടാമത്തെ പില്ലർ പ്രയർ. അത് പ്രത്യേകിച്ച് പേഴ്സണൽ പ്രയറിന് സമയം കണ്ടെത്തണം. ഈ 3 ദിവസങ്ങളിൽ അധികമായിട്ട് ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്നവർ ഈ പേഴ്സണൽ പ്രയറിൻ്റെ നേരത്താണ് ഹൃദയം ഉണരുന്നത്. അവേക്കനിങ് ദ ഹാർട്ട്. ഒന്നാമത് നമ്മൾ എളിമപ്പെടുന്നു ഫാസ്റ്റിങ്ങിൽ, രണ്ടാമത് പ്രാർത്ഥനയിൽ ഇരുന്ന് അവർ ഹാർട്ട്സ് ആർ അവേക്കൻഡ്, നമ്മുടെ ഹൃദയം ഉണരുന്നു. മൂന്നാമത്തത് ഈ 3 ദിവസങ്ങളിൽ ഒന്നിൽ കൺഫെഷന് സമയം കണ്ടെത്തണം. നല്ലൊരു കുമ്പസാരത്തിന് സമയം കണ്ടെത്തണം. ഈ കുമ്പസാരം റെസ്റ്റോറിങ് അവർ കമ്മ്യൂണിയൻ, കുമ്പസാരത്തിലാണ് നമ്മൾ കർത്താവിലേക്ക് തിരിച്ചു വരുന്ന
ആ യാത്രയുടെ കവാടം തുറക്കുന്നത്, കർത്താവിലേക്ക് നമ്മൾ തിരിച്ചു പ്രവേശിക്കുന്നത്. ഫൈനലി യുക്കറിസ്റ്റ്, പരിശുദ്ധ കുർബാന. ഈ 3 ദിവസവും പരിശുദ്ധ കുർബാന മുടക്കരുത്. അതിൽ തന്നെ നിങ്ങൾക്കറിയാം, ബുധനാഴ്ച സീറോ മലബാർ സഭയിൽ നെസ്തോറിയോസിന്റെ കുർബാന ക്രമമാണ്, കൂദാശ ക്രമമാണ്, അനാഫ്രയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. 3-ാം അനാഫ്രയാണ് ചൊല്ലുന്നത്. അപ്പോൾ ഈ 3 ദിവസവും പരിശുദ്ധ കുർബാന അർപ്പിക്കാൻ, അപ്പോൾ ഈ പരിശുദ്ധ കുർബാനയിലൂടെ വി ആർ റീ എൻറ്ററിങ് ഇൻ ടു ഫാദേഴ്സ് ഹൗസ്, പിതാവിൻ്റെ ഭവനത്തിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ ഈ 4 തൂണുകളാണ് നമുക്ക് ഈ 3 നോമ്പിന് പ്രധാനപ്പെട്ടത്. ഒന്ന്, ഈ ധ്യാനത്തിൽ ഞായറാഴ്ച വൈകുന്നേരം 8 മണിക്ക് ആരംഭിക്കുന്ന ഈ ധ്യാനത്തിൽ പ്രവേശിക്കുന്നവർ, ധ്യാനം പങ്കെടുക്കാൻ ഞായർ, തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിലായി നടക്കുന്ന ധ്യാനത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ 4 കാര്യങ്ങൾ പാലിക്കാൻ ശ്രമിക്കുക. ഒന്ന്, ആവുന്നിടത്തോളം നിങ്ങളുടെ ആരോഗ്യം, ശാരീരിക അവസ്ഥ അനുവദിക്കുന്നിടത്തോളം ഈ 3 ദിവസങ്ങൾ, നോമ്പിൻ്റെ തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങൾ ഉപവാസം എടുക്കുക. 2, പേഴ്സണൽ പ്രയറിന് സമയം കണ്ടെത്തുക, വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് അല്പനേരം മാറിയിരിക്കുക. 3, കുമ്പസാരത്തിന് സമയം കണ്ടെത്തുക. 4, ഈ 3 ദിവസങ്ങളിലും പരിശുദ്ധ കുർബാന മുടക്കാതിരിക്കുക. ഈ 3 ദിവസങ്ങളിലൂടെ, ഈ ധ്യാന ചിന്തകളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒന്ന്, നമ്മളെ തകർക്കാനോ ശിക്ഷിക്കാനോ കാത്തിരിക്കുന്ന ഒരു ദൈവമല്ല, മറിച്ച് നമ്മുടെ തിരിച്ചുവരവിനായി ആർദ്രതയോടെ കാത്തിരിക്കുന്ന ഒരു ദൈവത്തെ നമ്മൾ ഈ ദിവസങ്ങളിൽ കൂടുതൽ തെളിവായി മിഴിവോടെ കാണാൻ ശ്രമിക്കും. അപ്പോൾ ഈ തേശുവ ഈ തിരിച്ചുവരവ് ബൈബിളിൽ ആകമാനമുണ്ട്. പ്രത്യേകിച്ച് ഈ യോനായുമൊക്കെ നമ്മൾ ധ്യാനിക്കുന്നത് യോനായുടെ പുസ്തകമാണ്. 3 ദിവസം അതിനെ 3 കഷ്ണമാക്കി വെച്ച് നമ്മൾ ധ്യാനിച്ചു വരും. ബൈബിളിൽ ആകമാനമുള്ള കൺസെപ്റ്റാണ് തേശുവ. പക്ഷേ ഈ തേശുവ ഇൻ ടു ആക്ഷൻ, ഈ തിരിച്ചുവരവ് ഏറ്റവും നല്ല ആക്ഷൻ ആകുന്നത് ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ ധൂർത്തപുത്രൻ്റെ ആ തിരിച്ചുവരവിൻ്റെ തീരുമാനവും തിരിച്ചു നടത്തവുമാണ്. നമുക്കും കർത്താവിലേക്ക് ഒരു തിരിച്ചുവരവിന് സാധ്യത ഈ ദിവസങ്ങളിൽ സാധ്യമാകട്ടെ. റിപ്പൻറ്റൻസ് ഇസ് നോട്ട് വാക്കിംഗ് ഇൻ ടു പണിഷ്മെൻറ്റ്, it is walking into Father's embrace. Repentance is not walking into punishment, it is walking into Father's embrace. ശിക്ഷയിലേക്ക് നടന്നു കയറുന്നതല്ല മാനസാന്തരം, മറിച്ച് പിതാവിൻ്റെ ആലിംഗനത്തിലേക്ക് തിരികെ വരുന്നതാണ് നമ്മുടെ മാനസാന്തരം. മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന 50 നോമ്പിൻ്റെ വലിയ നോമ്പിൻ്റെ ചൈതന്യത്തിലേക്ക് മെല്ലെ പ്രവേശിക്കുന്ന ഈ 3 നോമ്പ്, ഇതുവരെ ജീവിതത്തിൽ നോമ്പെടുത്തിട്ടില്ലാത്തവർ ഈ 3 ദിവസം എളുപ്പമുണ്ട്, 3 ദിവസമേ ഉള്ളൂ, നോമ്പെടുക്കാം. പറ്റുന്നവരൊക്കെ ഉപവാസം എടുക്കട്ടെ. ഈ പറഞ്ഞ 4 തൂണുകളിലൂടെ ഈ ധ്യാന ദിവസങ്ങളിൽ നമുക്ക് യാത്ര ചെയ്യുകയും ചെയ്യാം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ.